ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPI തർക്കത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് RJD. പ്രതിപക്ഷത്തായിട്ടും നിസാരമായ ഒരു സ്ഥാനത്തിന് വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ നിന്ന് കലഹിക്കുകയാണ്. CPI തർക്കത്തിന്റെ പേരിൽ LDF യോഗം ചേരാത്തത് അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ CPI ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. LDFിലെ 8 ഘടകകക്ഷികൾക്ക് ഒരു MLA സ്ഥാനം പോലും ഇല്ലെന്ന് ഓർക്കണമെന്നും RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത്ര നിസ്സാരമായൊരു പ്രശ്നത്തിന്റെ പേരിൽ ഈ രണ്ട് കക്ഷികൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം. നിയമസഭാ ഇലക്ഷന് ശേഷം പ്രതിപക്ഷത്താകിൽ പിന്നെ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഒരു സംയുക്ത പ്രക്ഷോഭം പോലും നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. അത് ശ്രീ TP രാമകൃഷ്ണനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ കക്ഷികളും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ സ്ഥാനങ്ങൾ പങ്കിടാൻ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടു കൂട്ടരും അതുകൊണ്ട് പരസ്പരം ആത്മപരിശോധന നടത്തി ഈ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കണം. ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ ഇതുവരെ CPMഉം CPIയും മാത്രമാണ് ഈ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോയത്. ഇവർ തമ്മിലുള്ള പ്രശ്നമാണ്. അതായത് അങ്ങനെ തന്നെ രണ്ട് പാർട്ടികൾക്കിടയിലെ പ്രശ്നമായിട്ട് നിലനിൽക്കുകയായിരുന്നു. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളാരും ഇതുവരെ ഇതിൽ ഇടപെട്ടിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ടൊരു ഇടപെടൽ വരികയാണ്, അല്ലെങ്കിൽ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വരികയാണ്. അത് RJDയുടെ ഭാഗത്തു നിന്നാണ്. ഇടതുമുന്നണി യോഗം വിളിക്കാത്തതിൽ അല്ലെങ്കിൽ ചേരാനാകാത്ത സാഹചര്യത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുകയാണ്. സേതു, അങ്ങനെ തന്നെയാണ്. ഈ CPIM തർക്കം ആ മുന്നണിയിൽ ഒന്നാകെ വലിയ ഭിന്നിപ്പിന് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജിന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു വരാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന്. VD സതീശൻ അധികാരത്തിലെത്തി ഇത്രയും ദിവസമായതിനിടയ്ക്ക് കരിമണൽ സ്വകാര്യ നിക്ഷേപം, അതുപോലെ തന്നെ വിഴിഞ്ഞ ഓഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിക്കാത്തതിന് കാരണം CPIയും തമ്മിലുള്ള ഈ തർക്കമാണ് എന്ന് വർഗീസ് ജോർജ് പറയുന്നുണ്ട്. ഏതെങ്കിലും കാര്യമുള്ള ഒരു വിഷയത്തിന്മേലല്ല ഈ തർക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു നിസ്സാരമായ ഒരു പദവിയെ ചൊല്ലി മാത്രമാണ് ഈ തർക്കം. കാര്യമായ ഗുണം ആ പദവി കൊണ്ടും ഉണ്ടാകാൻ ഏതെങ്കിലും പാർട്ടിക്ക് ഉണ്ടാകാൻ പോലും പോകുന്നില്ല എന്നും വർഗീസ് ജോർജ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ നിസ്സാരമായ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ തമ്മിൽ ഇങ്ങനെ കലഹിക്കുന്നത് ശരിയല്ല. അതിൻ്റെ പേരിൽ മുന്നണി യോഗം വിളിക്കാതിരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും വർഗീസ് ജോർജ് പറയുന്നുണ്ട്. മുൻകാല ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 10% വ്യത്യാസമാണ് LDFും UDFും തമ്മിലുള്ള വോട്ട് വീതത്തിൽ ഉണ്ടായത്. ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വിടവ് മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഈ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കൃത്യമായി ഇടപെടൽ നടത്താനോ കൃത്യമായി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനോ നിലവിൽ ഇടതുമുന്നണിക്ക് സാധിക്കുന്നില്ല എന്ന വിമർശനം കൂടിയാണ് RJD